സജ്ജനസമക്ഷം എൻ്റെ സവിനയ പ്രണാമം. കാണുന്നതിനേക്കാൾ വലിയൊരു ലോകം കാണാമറയത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ചില യാഥാർത്ഥ്യങ്ങളും അതിലേറെ സ്വപ്നങ്ങളുടെയും ലോകത്തേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജീവിതം ഒരു പ്രക്ഷുബ്ധമായ കടലാണ്. അവിടെ ഉയരുന്ന ഓരോ മോഹവും കാറ്റായി മാറി നമ്മുടെ ജീവിത നൗകയെ ഉലയ്ക്കുന്നു. അറിവും പാണ്ഡിത്യവും പാഴ്മരങ്ങളായി കൂടെയുണ്ടാകാം, പക്ഷേ വിവേകം എന്ന ചുക്കാൻ കൈവിട്ടുപോയാൽ ആ നൗക അധർമ്മത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് പതിക്കും. പ്രകൃതിയുടെ ഈ ചടുല നൃത്തത്തിൽ നാം ആടിയൊടുങ്ങേണ്ടവരാണെന്ന സത്യം മറന്ന് നിത്യമെന്നു കരുതി നാം കെട്ടിപ്പൊക്കിയ ഓരോ സൗധവും കാലപ്രവാഹത്തിലെ ജലരേഖകൾ മാത്രം. സർവവും ശൂന്യതയിൽ ലയിക്കുന്ന അന്ത്യയാമത്തിൽ ആത്മാവിനെ പുണരുന്ന ഏക മഹാ തേജസ് നാരായണനാമം മാത്രം. ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തിളക്കമാർന്ന മാന്ത്രികത നമുക്ക് ഇന്ന് കണ്ടെത്താം. ഭഗവാൻ നാരായണനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. അവിടുത്തെ ദിവ്യകാരുണ്യം ഈ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ ധീരരും സൽസ്വഭാവികളും സ്നേഹസമ്പന്നരും ആക്കാൻ പ്രചോദിപ്പിക്കട്ടെ. അജാമിളൻ്റെ ജീവചരിത്രം. ചെയ്തു തീർത്ത അപരാധങ്ങളുടെ ഇരുൾ വഴികളിൽ ഇടറി വീഴുമ്പോഴും അവസാന ശ്വാസത്തിലെ ഏക വിളിയിൽ അജാമിളിന് മോക്ഷത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയ ആ മഹാ അത്ഭുതം, മരണഭയത്തെപ്പോലും അമൃതമാക്കി മാറ്റുന്ന പരമമായ ഔഷധം നാരായണനാമം. ഒരു ചെറിയ മെഴുകുതിരി നാളം നിഴലുകൾ നിറഞ്ഞ മുറിയെ കീഴടക്കുന്നത് പോലെ ഭഗവാന്റെ അല്പമാത്രമായ കാരുണ്യം മതി ഒരു ജീവിതകാലത്തെ സകല കഷ്ടപ്പാടുകളെയും മായ്ച്ചു കളയാൻ. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ജന്മത്തെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് ഭാഗവതത്തിലെ ഓരോ താളുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൃഷ്ടാന്തമായി ധ്രുവൻ, ഒരു കുഞ്ഞിൻ്റെ തകർന്ന ഹൃദയം അചഞ്ചലമായ നിശ്ചയദാർഢ്യമായി മാറുന്നത് നാം ഇവിടെ കാണുന്നു. പ്രഹ്ലാദൻ തൻ്റെ പരിശുദ്ധമായ ഹൃദയം കൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നത് നാം കാണുന്നു. ഈ ചെറിയ പ്രായത്തിൽ പ്രഹ്ലാദൻ എങ്ങനെയാണ് ഇത്രയും ഉന്നതനായൊരു ഭക്തനായി മാറിയതെന്ന് നിങ്ങൾ വിസ്മയിക്കുന്നുണ്ടാകാം. ഗർഭസ്ഥ ശിശുവിന് ലഭിച്ച നാരദോപദേശം തന്നെയാണ് അതിന് കാരണം. ഹിരണ്യകശിപു അമരത്വം തേടി കഠിന തപസ്സിലായിരുന്ന വേളയിൽ ഇന്ദ്രാദിദേവന്മാർ അസുരരാജ്യം ആക്രമിക്കുകയും പ്രഹ്ലാദൻ്റെ മാതാവായ കയാധുവിനെ തടവിലാക്കുകയും ചെയ്തു. തൻ്റെ പിതാവിനെ പോലെ മറ്റൊരു അസുരനായി ഒരു കുഞ്ഞുകൂടി വളരുമെന്ന ഭയത്താൽ ജനിച്ചാൽ ഉടൻ ശിശുവിനെ വധിക്കാനായിരുന്നു ദേവന്മാരുടെ നിശ്ചയം. എന്നാൽ ഈ ഘട്ടത്തിൽ ദേവർഷി നാരദൻ ഇടപെടുകയും കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് കയാധുവിനും അവളുടെ ഗർഭത്തിലുള്ള ശിശുവിനും വേണ്ടി നാരദ മഹർഷി ഭാഗവത ധർമ്മത്തെക്കുറിച്ചും ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചും ജ്ഞാനനിർഭരമായ പ്രഭാഷണങ്ങൾ നടത്തി. ശ്രവണ മഹിമ ഹരിഭക്തിയുടെ ആദ്യപടിയാണ്. ലൗകികമായ ആകുലതകളിൽ പെട്ട് കയാധുവിന് ആ ഉപദേശങ്ങൾ വിസ്മൃതിയിലായെങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ ശയിച്ചിരുന്ന ആ പൈതൽ ആ അമൃത വചസ്സുകൾ തൻ്റെ ആത്മാവിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ആ കുഞ്ഞ് അങ്ങനെ ഭക്തിയുടെ ഉത്തുംഗതയിലെത്തി. ഗജേന്ദ്രൻ സ്വന്തം ഫലം പരാജയപ്പെടുമ്പോൾ വിനയത്തോടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെപ്പോലും ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിയുമെന്ന് ഗജേന്ദ്രൻ നമുക്ക് കാട്ടിത്തരുന്നു. അംബരീഷ മഹാരാജാവ് ലോകം മുഴുവൻ വിറപ്പിച്ച മുനിശാപത്തെ പോലും വിനയം കൊണ്ട് കീഴടക്കിയവൻ. ശാന്തമായൊരു മനസ്സിന് ഏതൊരു തടസ്സത്തെയും തകർക്കാനാവുമെന്ന് അംബരീഷ ചരിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുദാമാവ് നമ്മുടെ കാതുകളിൽ എന്നും മുഴങ്ങുന്ന ആ പേര്. ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം സമർപ്പിച്ച ആ ഭക്തൻ്റെ കഥ ഹൃദയങ്ങൾ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ ദർശനമാണ് നമുക്ക് നൽകുന്നത്. സ്നേഹം മാത്രം നൽകി പ്രപഞ്ചനാഥനെ കീഴടക്കിയ ചരിത്രമാണ് ഇത്. ജീവിതം ഒരിക്കലും തിരികെ ഒഴുകാത്ത ഒരു പുണ്യ നദിയാണ്. ഓരോ നിമിഷവും ഓരോ ശ്വാസവും
പ്രപഞ്ചം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന വിലമതിക്കാനാവാത്ത പ്രസാദങ്ങളാണ്. ഈ ഹ്രസ്വമായ യാത്രയിൽ പാപപങ്കിലമായ വഴികളിൽ ഒരു വ്യക്തി എത്ര താഴ്ന്ന നിലയിൽ വീണുപോയാലും അവർക്ക് മുന്നിൽ ജീവിതത്തിൻ്റെ വാതിലുകൾ എന്നേക്കുമായി അടയുന്നില്ല എന്നതാണ് ഈശ്വര കാരുണ്യത്തിൻ്റെ മഹിമ. മാറാൻ വൈകിപ്പോയി എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോൾ ആത്മാർത്ഥമായ ഒരു നിമിഷത്തിൻ്റെ തേങ്ങലിന് ഒരു ആയുസ്സിലെ മുഴുവൻ കറകളെയും കഴുകിക്കളയാൻ കഴിയുമെന്ന് അജാമിളൻ്റെ ജീവിതം നമുക്ക് സാക്ഷ്യം നൽകുന്നു. അഗാധമായ അന്ധകാരത്തെ ഒരൊറ്റ സൂര്യകിരണം പിളർന്നു മാറ്റുന്നത് പോലെ ആത്മാവിൽ നിന്നുയരുന്ന ഒരു വിളി മതി ഒരു ജീവിതകാലത്ത് ഇരുട്ടിനെ കീഴടക്കാൻ. അതുകൊണ്ട് അസ്തമയത്തിന് മുൻപ് ആ അവിനാശിയായ ചൈതന്യത്തെ പുണരാം. സകലതും നശ്വരമെന്നിരിക്കെ അനശ്വരമായ ഒരേ ഒരു മഹാശക്തി, അത് മറ്റൊന്നുമല്ല, നാരായണനാമം. യന്ത്രങ്ങൾ കണക്കെ ചലിക്കുന്ന ആധുനിക മനുഷ്യൻ വെട്ടിപ്പിടിച്ച നേട്ടങ്ങളുടെ ഗോപുരങ്ങൾക്കിടയിൽ സ്വന്തം ആത്മാവിനെ മറന്നു പോകുന്നു. അജാമിളൻ തൻ്റെ ലൗകിക സുഖങ്ങളിൽ മുഴുകിയതുപോലെ നാം ഇന്ന് മായയുടെ സ്വർണ്ണക്കൂടുകളിൽ തടവുകാരാണ്. എന്നാൽ ആയുസ്സിൻ്റെ സായാഹ്നത്തിൽ സകലതും ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ അന്ന് അജാമിളൻ തിരിച്ചറിഞ്ഞതുപോലെ നമുക്കും തുണയാകുന്നത് നാം കരുതി വെച്ച സമ്പാദ്യങ്ങളല്ല, മറിച്ച് ഹൃദയത്തിൽ കരുതിയ നാരായണനാമം മാത്രമായിരിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ 6-ാം സ്കന്ധം 1-ാം അധ്യായം മനുഷ്യരാശിക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് അജാമിളൻ്റെ ചരിത്രം. ഭൗതികതയുടെ മായ കാഴ്ചകളിൽ ആത്മാവിനെ വിസ്മരിച്ച് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പായുന്ന ഇന്നത്തെ മനുഷ്യന് ഈ കഥ ഒരു വലിയ മുന്നറിയിപ്പും ഒപ്പം ആശ്വാസവുമാണ്. മരണമെന്ന സുനിശ്ചിതമായ സത്യത്തിന് മുന്നിൽ നാം കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു വീഴുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിന് അതിരുകളില്ലെന്ന് അജാമിളൻ്റെ ജീവിതം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. ആയുസ്സിൻ്റെ സായാഹ്നത്തിൽ അശരണനായി നിൽക്കുന്ന മർത്യന് അന്ധകാരത്തെ പിളരുന്ന ആദി തേജസ്സായി എന്നും കൂട്ടിനുള്ളത് ആ പവിത്രമായ ഏക പുണ്യം നാരായണനാമം. ആ അജാമിള ചരിത്രത്തിലേക്ക് നമുക്കിനി ഭക്തിപൂർവ്വം ചുവടുവയ്ക്കാം. പുണ്യപുരാതനമായ കന്യാകുബ്ജ നഗരത്തിൽ സൽഗുണസമ്പന്നനായി ജീവിച്ചിരുന്ന അജാമിളൻ തൻ്റെ മാതാപിതാക്കൾക്കും കുലത്തിനും അഭിമാനമായിരുന്നു. വേദപാണ്ഡിത്യവും വ്രതശുദ്ധിയും കൊണ്ട് തേജസ്വിയായിരുന്ന ആ യുവാവിൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന ഒരു ദുർവിധിയെക്കുറിച്ച് ആ യുവാവോ പുത്രൻ്റെ ഉജ്ജ്വലമായ ഭാവി സ്വപ്നം കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോ അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ യാഗവിറക് ശേഖരിക്കാനായി വനാന്തരത്തിലെത്തിയ അജാമിളൻ യാദൃച്ഛികമായാണ് ആ കാഴ്ച കണ്ടത്. ഒരു പുരുഷനോടൊപ്പം നിൽക്കുന്ന വശ്യസുന്ദരിയായ ഒരു സ്ത്രീ. അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ മാസ്മരികമായ പുഞ്ചിരിയും കൈകൾ ചലിക്കുമ്പോൾ ചിതറിത്തെറിച്ച ചില്ലുവലകളുടെ കിലുക്കവും ആ നിശബ്ദതയിൽ അലയടിച്ചു. വർഷങ്ങളായുള്ള തൻ്റെ തപസ്സിൻ്റെ കഠിനമായ ഏകാഗ്രതയും വ്രതശുദ്ധിയും ഒരു നിമിഷം കൊണ്ട് ആ കാലപ്രവാഹത്തിൽ അലിഞ്ഞുപോയി. ആ ലാവണ്യധാമത്തിൻ്റെ നിഗൂഢമായ വശ്യതയിലും കാറ്റിലുലയുന്ന ചില്ലുവളകൾ തീർത്ത സംഗീത സാന്ദ്രമായ നാദത്തിലും പകച്ചുപോയ അജാമിളൻ ഒരു മന്ത്രശക്തിയാൽ എന്ന പോലെ സ്തംഭിച്ചു നിന്നുപോയി. വേണ്ടെന്ന് മനസ്സ് പലവട്ടം വിലക്കിയിട്ടും ആ കാഴ്ചയിൽ നിന്ന് കണ്ണുകളെ പിന്തിരിപ്പിക്കാൻ അവനായില്ല. ശരിയും തെറ്റും തമ്മിലുള്ള വലിയൊരു യുദ്ധം അവൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. കാണേണ്ടതില്ലെന്ന് കണ്ണും കേൾക്കേണ്ടതില്ലെന്ന് കാതും പലവട്ടം മന്ത്രിച്ചുവെങ്കിലും അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അരുതെന്ന് അജാമിളൻ്റെ വിവേകം 1000 വട്ടം മന്ത്രിച്ചു. എന്നാൽ വർഷങ്ങളോളം അഭ്യസിച്ച വേദപാണ്ഡിത്യവും വ്രതശുദ്ധിയും മറന്ന് ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി തീർന്നു അജാമിളൻ. നാശം വരാനിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി നേർവഴിക്ക് ചിന്തിക്കാതെ തെറ്റായ വഴികളിലേക്ക് തിരിയുന്നു. പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. സർവവ്യാപിയായ ഈശ്വരനെ ഒരു തൂണിൽ വെല്ലുവിളിച്ചത് അവൻ്റെ ബുദ്ധിക്ക് വന്ന വിപരീത ഗതിയായിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും ഇന്ദ്രിയങ്ങൾ കൂടുതൽ ശക്തമായി അവനെ പിടിച്ചു വലിച്ചു. കണ്ണുകൾ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ കടിഞ്ഞാണില്ലാത്ത തേരുപോലെ മനസ്സും അധർമ്മത്തിൻ്റെ പാതയിലേക്ക് പാഞ്ഞു. വിവേകത്തിൻ്റെ വെളിച്ചം അണയുകയും മോഹത്തിൻ്റെ ഇരുട്ട് അവൻ്റെ ഉള്ളിൽ പടരുകയും ചെയ്തു. വരാനിരിക്കുന്ന വിപത്തിൻ്റെ ആഴമറിയാതെ ഒരു ശലഭം
തീനാളത്തിലേക്ക് എന്ന പോലെ അജാമിളൻ ആ മോഹവലയിലേക്ക് നടന്നെടുത്തു. തൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പുണ്യമെല്ലാം ആ ചില്ലുവലകളുടെ കിലുക്കത്തിൽ അലിഞ്ഞു പോകുമെന്ന് ആ പാവം അറിഞ്ഞില്ല. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 62-63 ഭഗവാൻ അർജുനനോട് പറയുന്നു: ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപജായത്തെ സംഘാസജ്ജായത്തെ കാമാത് ക്രോധാഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹാ സ്മൃതിവിഭ്രമാ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്നും ആഗ്രഹമുണ്ടാകുന്നു. ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു. കോപത്തിൽ നിന്നും അവിവേകം ഉടലെടുക്കുന്നു. അവിവേകത്തിൽ നിന്നും ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിക്കുന്നു. ചിന്തകളിൽ നിന്ന് തുടങ്ങുന്ന വിനാശത്തിൻ്റെ ചങ്ങലയെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അർജുനനോട്. ആ നിമിഷം അജാമിളന്റെ മനസ്സ് ചഞ്ചലമാവുകയും അതുവരെ കാത്തു സൂക്ഷിച്ച ധർമ്മനിഷ്ഠകളും ആചാര്യമര്യാദകളും തകരുകയും ചെയ്തു. കേവലം ഒരു നിമിഷത്തെ മോഹത്താൽ തൻ്റെ ഉത്കൃഷ്ടമായ ബ്രാഹ്മണ്യവും കുലമഹിമയും ഉപേക്ഷിച്ച് അജാമിളൻ അവളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് നയിക്കപ്പെട്ട ആ നിമിഷം ചരിത്രത്തിലെ ഒരു വിധി വൈപരീത്യമായി ഇന്നും നമ്മൾ ഓർമ്മിക്കപ്പെടുന്നു. ബ്രാഹ്മണശ്രേഷ്ഠനായ അജാമിളൻ കുലമര്യാദകളെയും ആചാരവിധികളെയും പരിത്യജിച്ച് സുന്ദരിയായ ആ ശൂദ്ര സ്ത്രീയോടൊത്ത് ജീവിതം ആരംഭിച്ചു. നാളുകൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി കാറ്റിൽപ്പെട്ട കരിയില മാതിരി പറന്നുപോയി. അതോടൊപ്പം തൻ്റെ ഭാരിച്ച സ്വത്തുക്കൾ നഷ്ടപ്പെടുകയും 6-7 കുഞ്ഞുങ്ങളുടെ പിതാവായി തീരുകയും ചെയ്തു. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വളർത്താൻ വേണ്ടി അവസാനം അനവധി ദുഷ്കർമ്മങ്ങൾ വരെ അജാമിളൻ ചെയ്യേണ്ടി വന്നു. അവസാനം ഇതാ വാർദ്ധക്യം, ജരാനര, രോഗം എന്നിവ പിടിപെട്ട് മരണത്തോട് വളരെ അടുത്തു കഴിഞ്ഞു. കൂടാതെ അധർമ്മമാകുന്ന ഭയങ്കര നീർച്ചുഴിയിൽ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും മുങ്ങിക്കഴിഞ്ഞു. അധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച അജാമിളന് പല മക്കളുണ്ടായെങ്കിലും ഏറ്റവും ഇളയ മകന് ഒരു സന്യാസിയുടെ ഉപദേശപ്രകാരം നാരായണൻ എന്ന നാമം നൽകി. അജാമിളൻ തൻ്റെ മകനെ അമിതമായി സ്നേഹിച്ചിരുന്നു. എപ്പോഴും നാരായണ ഇങ്ങോട്ട് വരൂ, നാരായണ ഭക്ഷണം കഴിക്കൂ, നാരായണ അത് ചെയ്യരുതേ എന്ന് പലതവണ നാരായണനെ വിളിച്ചുകൊണ്ടേയിരുന്നു. താൻ വിളിക്കുന്നത് ഭഗവാനെ അല്ലെങ്കിലും ആ പുണ്യനാമം അദ്ദേഹത്തെ അറിയാതെ സംരക്ഷിക്കുകയായിരുന്നു. 88-ാം വയസ്സിൽ മരണം അജാമിളനെ തേടിയെത്തി. ഭയാനക രൂപികളായ 3 യമദൂതന്മാർ അദ്ദേഹത്തിൻ്റെ പടിക്കൽ വന്നു. അതാ യമകിങ്കരന്മാരിങ്ങ് എത്തിക്കഴിഞ്ഞു. അവരുടെ അട്ടഹാസങ്ങൾ. 4 പേരിൽ ഒരുവൻ അജാമിളൻ്റെ ജീവൻ അപഹരിക്കുവാനുള്ള പാശമെറിയുന്നു. മറ്റൊരുവൻ അജാമിളനെ ബലമായി പിടിച്ചു കെട്ടുന്നു. അജാമിളൻ ഭയപരിഭ്രമം കൊണ്ട് ഞെരിപിരി കൊള്ളുന്നു. അജാമിളൻ തൻ്റെ പുത്രനെ വിളിക്കുന്നു, നാരായണ നാരായണ. അജാമിളൻ്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വിളി അന്തരീക്ഷത്തിൽ കൂടി അതാ ഭഗവാൻ വൈകുണ്ഠവാസനെ ഉണർത്തിക്കഴിഞ്ഞു. ആരാണ് തന്നെ ചൊല്ലി വിലപിക്കുന്നത്? ഭഗവാൻ ജ്ഞാനദൃഷ്ടിയിൽ വീക്ഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ചില നിമിഷങ്ങൾക്കകം ഭഗവാന്റെ ആജ്ഞാപ്രകാരം 3 വിഷ്ണുദൂതന്മാർ അതിവേഗം അജാമിളൻ്റെ സമീപം ഓടിയെത്തി. യമദൂതന്മാരിൽ ഒരുവൻ, ഹാ എന്തു നല്ല വാസന. രണ്ടാമൻ, അതെ ചന്ദനം, കസ്തൂരി, തുളസി, കർപ്പൂരം എന്നിവയുടെ എല്ലാം മണം വരുന്നുണ്ടല്ലോ. മൂന്നാമൻ, അതെ ആരോ വരുന്നുണ്ടല്ലോ. യമദൂതന്മാർ ഒരു ഭാഗത്തേക്ക് മാറി. മധുരമായ പുഞ്ചിരിയോടും സൗമ്യവചസ്സോടും കൂടി വിഷ്ണുദൂതന്മാർ അജാമിളനെ സമീപിച്ചു. അജാമിള, ഭയപ്പെടാതെ, അങ്ങയെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. വിഷ്ണുദൂതരിൽ ഒരാൾ, യമദൂതരെ, നിങ്ങൾ യമധർമ്മൻ്റെ ആജ്ഞപ്രകാരം വന്നവരല്ലേ? ആ ബന്ധനം അഴിക്കൂ. യമദൂതർ, പ്രഭോ ക്ഷമിക്കണം, ഈ അജാമിളൻ വലിയ പാപിയാണ്. ഗൃഹസ്ഥാശ്രമധർമ്മത്തെയും ആചാരങ്ങളെയും മാനിക്കാതെ കുലടയായ ഒരുത്തിയെ കാമിക്കുകയും ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണുദൂതൻ, ഇത്രയേ ഉള്ളോ തെറ്റ്? യമദൂതൻ, അല്ല പ്രഭു,
ഭാര്യാപുത്രാദികളെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി ഈ ദുഷ്ടൻ ബ്രാഹ്മണ്യത്തെ മാനിക്കാതെ അനവധി പക്ഷിമൃഗാദികളെ കെണിവെച്ച് പിടിക്കുകയും മദ്യപാനവും ചതിയും വ്യഭിചാരവും അനവധി ചെയ്തിട്ടുള്ള പാപിയുമാണ്, ദുഷ്കർമ്മിയാണ്, അശേഷം ഈശ്വര ചിന്തയില്ലാത്തവനുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബന്ധിച്ചത്. വിഷ്ണുദൂതൻ: അനവധി അധർമ്മങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ അജാമിളൻ അല്ലേ? എന്നാൽ നാരായണ എന്ന മന്ത്രോച്ചാരണം അവസാന നിമിഷത്തിൽ വിളിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച പുണ്യ പുരുഷനാണ് ഇദ്ദേഹം. അപ്പോൾ അജാമിളൻ്റെ സകല പാപവും വേരോട് നശിച്ചു കഴിഞ്ഞു. മരണസമയത്ത് നാരായണനാമം ഉച്ചരിക്കുക എല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക. ഇതിനുശേഷം അജാമിളൻ ഹരിദ്വാറിലെ ഗംഗാതീരത്ത് പോയി ഭക്തിയോടെ ജീവിച്ചു. പിന്നീട് മരണം വന്നപ്പോൾ വിഷ്ണുദൂതന്മാർ വന്നു അദ്ദേഹത്തെ ശാശ്വതമായ വെളിച്ചത്തിലേക്ക് നയിച്ചു. യുഗങ്ങൾ എത്ര കടന്നുപോയാലും ഈ കഥയ്ക്ക് ഇന്നും ഇത്രയേറെ പ്രാധാന്യം കൈവരുന്നത് ഇതുകൊണ്ടാണ്. എത്ര വലിയ പണ്ഡിതനായാലും വ്രതശുദ്ധിയുള്ളവനായാലും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടാൽ സംഭവിക്കാവുന്ന പതനം അജാമിളൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. എത്ര ഉന്നതനായാലും ഒരു നിമിഷത്തെ ഇന്ദ്രിയ ജയം പരാജയപ്പെട്ടാൽ പതനം നിശ്ചയമാണെന്ന വലിയ സത്യം ഈ കഥ പകർന്നു നൽകുന്നു. ആ വീഴ്ചയുടെ ആഴവും പശ്ചാത്താപത്തിൻ്റെ ഭാരവുമാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ പുരാണമായ കഥയെ ഓരോ വായനക്കാരൻ്റെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്. അവസാന നിമിഷത്തെ പ്രാർത്ഥനയല്ല, ആയുഷ്കാലത്തെ അഭ്യാസമാണ് മോക്ഷത്തിൻ്റെ താക്കോൽ. മനസ്സ് ഒരു പെട്ടെന്നുള്ള മാറ്റത്തിന് തയ്യാറാകില്ല. ശീലിച്ച വഴിയിലൂടെയേ അത് സഞ്ചരിക്കൂ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തണ്ട് നാരായണീയം എന്ന കൃതിയിൽ അജാമിളൻ്റെ ഈ ചരിത്രം വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അറിയാതെയാണെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് പോലും ഒരുവനെ വലിയ വിപത്തുക്കളിൽ നിന്ന് രക്ഷിക്കുമെന്നും മോക്ഷത്തിലേക്ക് നയിക്കുമെന്നുമാണ് പറയുന്നത്. മരണസമയത്ത് ഭഗവത് നാമം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു. അന്ത്യകാലത്ത് ഏത് ചിന്തിക്കുന്നുവോ അവിടെ എത്തിച്ചേരുന്നു എന്നതാണ് ഇതിൻ്റെ കാതൽ. ഓരോ ഗ്രന്ഥത്തിലെയും ആശയങ്ങൾ ഇതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണ അർജുനോട് പറയുന്നു, അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേവരം. മരണസമയത്ത് എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് ശരീരം ആര് വെടിയുന്നുവോ അവൻ എൻ്റെ സായുജ്യം പ്രാപിക്കുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ ഭംഗിയാക്കാം. ജീവിതത്തിൻ്റെ അവസാന ശ്വാസത്തിലും നാരായണ എന്ന് വിളിക്കാൻ കഴിയുന്നവനാണ് ജീവിതം വിജയിച്ചവൻ. ശ്രീമദ് ഭാഗവതത്തിൽ അജാമിളൻ്റെ കഥയിലൂടെ ഭാഗവതം നൽകുന്ന സന്ദേശം ഇതാണ്: ഏതന്നിർവിദ്യമാനാനാം ഇച്ഛതാമകുതോ ഭയം. സർവവും ഉപേക്ഷിച്ചു പോകുന്ന നേരത്ത് ഭയമില്ലാതിരിക്കാൻ ഹരിനാമം തന്നെ ശരണം. അറിയാതെയാണെങ്കിലും നാരായണ എന്ന് വിളിച്ച അജാമിളന് മോക്ഷം ലഭിച്ചുവെങ്കിൽ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നവൻ്റെ പുണ്യം എത്ര വലുതായിരിക്കും. ഗീതയും ഭാഗവതം നാരായണീയവും ജ്ഞാനപ്പാനയും എല്ലാം ഒരേപോലെ പാടുന്നത് ഈ ഒരേ ഒരു സത്യമാണ്: നാം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ കൈമുതലായി മറ്റൊന്നുമില്ല, നാരായണനാമം മാത്രം. ഭഗവാൻ കൃഷ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകം മായാജാലങ്ങൾ കാട്ടുമ്പോഴും നമ്മുടെ എല്ലാം ഹൃദയം ആ ദിവ്യനാമത്തിൽ നങ്കൂരമിട്ട് നിൽക്കട്ടെ. നന്മയുടെയും വിനയത്തിൻ്റെയും പാതയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ആ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സഫലമാകട്ടെ. നമ്മുടെ എല്ലാം ജീവിത പദങ്ങളിൽ ആ കരിമുകിൽ വർണ്ണൻ്റെ കാരുണ്യം ഒരു കുളിർ മഴയായി എന്നും പെയ്തിറങ്ങട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.